ഹലോ, വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് അനില. നിങ്ങളുടെ പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, അതെങ്ങനെ പരിഹരിക്കാം, എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2 പൈൽസ് ഉണ്ട്. പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് ഏതിനോടാണോ കണക്ഷൻ തോന്നുന്നത് അതുമായിട്ട് ഒന്ന് ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് കണക്റ്റ് ആവുക. അതിനുശേഷം റീഡിങ്ങിലേക്ക് പോവുക. പൈൽ നമ്പർ 1ൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. പുറമേ കാണുന്നതല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് ശരിക്കും നിങ്ങൾ ഫീൽ ചെയ്യുന്നത്, നിങ്ങളുടെ കോർ ഓഫ് ദ പ്രോബ്ലം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് കാർഡ് വരുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് ശരിക്കുമുള്ള പ്രോബ്ലം സംഭവിക്കാനുള്ള കാരണം എന്താണ് എന്ന് വിശദീകരിക്കുന്ന കാർഡാണ് രണ്ടാമത്തേത്. എന്ത് എനർജിയാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്, എന്ന് നോക്കാം. ഏത് എനർജിയാണ് നിങ്ങളിൽ നിന്നും റിലീസ് ചെയ്ത് കളയേണ്ടത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി നിങ്ങളുടെ ലെസൺ, ഈ ഒരു പ്രോബ്ലം അനുഭവിക്കുന്നതിൽ നിന്നും നിങ്ങൾ എന്ത് ലെസനാണ് പഠിക്കേണ്ടത് എന്ന് നോക്കാം. നിങ്ങളുടെ ട്രൂ പൊട്ടൻഷ്യൽ, നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പൊട്ടൻഷ്യൽ, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി ഏത് ലെവലിൽ വൈബ്രേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. അതാണ് നമ്മുടെ ലാസ്റ്റ് കാർഡ്. നമുക്ക് നോക്കാം. എംപ്രസ്, പേജ് ഓഫ് വാൻഡ്സ്, വേൾഡ് കാർഡ്, കിങ് ഓഫ് വാൻഡ്സ്, 6 of swords and 9 of cups. നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്ത്രീ മൂലമാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് ഒരു സ്ത്രീ കാരണമാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതല്ല, ഒരു ജോലി സ്ഥലത്തൊക്കെയാണ് നിങ്ങൾ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നത്, ഒരു സ്ത്രീയിൽ നിന്നല്ല അനുഭവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രിയേറ്റിവിറ്റി ഇപ്പോൾ ഇല്ല. ഉണ്ടാവേണ്ട ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ തിങ്കിങ് പവർ, നിങ്ങളുടെ സർഗാത്മകത, ഇതൊക്കെ എവിടെയോ ബ്ലോക്ക് ആയിരിക്കുകയാണ്. അതിൽ നിന്നുള്ള പ്രശ്നങ്ങളാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എംപ്രസ് എനർജിയാണ് കാണുന്നത്. വളരെ ഹൈ എനർജി ആയിട്ടുള്ള കാർഡാണ്. നിങ്ങൾ ഡീപ്പായിട്ടുള്ളൊരു പ്രശ്നത്തിൽ കൂടെയാണ് പോകുന്നത് എന്നുള്ളത് ഈ കാർഡ്സിൽ നിന്നും മനസ്സിലാവുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. പേജ് ഓഫ് വാൻഡ്സ്, നിങ്ങളുടെ എന്തൊക്കെയോ പരിചയക്കുറവ്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ഫീൽഡിൽ ആദ്യമായിട്ട് കടന്നു ചെന്നതിൻ്റെ ഒരു പരിചയക്കുറവ്, അറിവ് കുറവ് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും ഉണ്ടാകുന്നതെന്ന് കാണുന്നുണ്ട്. പേജ് ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യണമെന്നൊക്കെ ഉണ്ട്, ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയില്ല, ഇനിയും പഠിച്ചു വരാനുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് എന്ന് കാണുന്നുണ്ട്. ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ യെസ് എന്ന് മെൻഷൻ ചെയ്യുക. എന്ത് എനർജിയാണ് നിങ്ങൾ ഇനി എംബ്രേസ് ചെയ്യേണ്ടത്, ഏത് എനർജിയിലേക്കാണ് നിങ്ങൾ വളർന്നു വരേണ്ടത് എന്ന് നോക്കാം. വീണ്ടും വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കാർഡാണ് ദ വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത്. എംപ്രസ് എനർജിയുടെ പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കാർഡാണ് വേൾഡ് കാർഡ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ഈ വേൾഡ് കാർഡ് കാണിക്കുന്നത്. നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ചില ചിന്തകൾ കൊണ്ടാണ് ഇത് നിങ്ങൾക്ക് കഴിയില്ല എന്ന് നിങ്ങൾക്ക്, അല്ലെങ്കിൽ എനിക്ക് അറിവ് കുറവാണ്, എനിക്കിത് ചെയ്യാനായിട്ട് സാധിക്കില്ല, എനിക്കതിനുള്ള പ്രാപ്തിയില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതാണ്. പക്ഷെ സത്യം അതല്ല. വേൾഡ് കാർഡാണ്. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം എതിരിടാനുള്ള പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾ എംബ്രേസ് ചെയ്യേണ്ടത്, അതായത് നിങ്ങളോട് ചേർത്ത് വെക്കേണ്ട എനർജി വേൾഡ് എനർജിയാണ്. ഇതെന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരുടെയും ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരാളാണ് ഈ വേൾഡ് കാർഡിൽ കാണുന്ന ഈ സ്ത്രീ. അവർക്ക് എന്തും ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. എല്ലാം തികഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് ഈ കാർഡിൽ നമ്മൾ കാണുന്നത്. ഇതുപോലെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് കരുതുന്നോ അത് ചെയ്യാനുള്ള കഴിവ് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറാൻ കഴിയുന്ന തരത്തിലുള്ള ആ ഒരു എനർജിയാണ് നിങ്ങൾ ഈ സമയത്ത് എംബ്രേസ് ചെയ്യേണ്ടത്. ഇനി എന്ത് എനർജിയാണ് നിങ്ങൾ ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി വിട്ട് കളയേണ്ടതെന്ന് നോക്കാം. കിങ് ഓഫ് വാൻഡ്സ്, ഇത് നമുക്കിവിടെ പേജ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഒരു ഇമ്മെച്യൂരിറ്റി, പുതിയതായിട്ട് സ്ഥലത്ത് ചെന്ന് കയറിയതിൻ്റെ ഒരു പരിചയക്കുറവ്, ആദ്യത്തെ ഒരു അന്താളിപ്പുണ്ടല്ലോ, അതാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ള പ്രശ്നമെന്ന് കാണുന്നുണ്ട്. ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അതിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുള്ളൂ, ഒരു തരി പോലും അങ്ങോട്ടും ഇങ്ങോട്ടോ മാറില്ല, എൻ്റെ വർക്ക് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും, ഒരു പെർഫെക്ഷനിസം എന്ന് പറയുന്ന ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ മാറ്റിവെക്കേണ്ടത്. പെർഫെക്ഷനിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു നല്ല ക്വാളിറ്റി അല്ല. നിങ്ങൾക്ക് തെറ്റുവരുത്താനായിട്ട് പേടിയാണ്. ഞാൻ ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുള്ളൂ എന്നുള്ള നിർബന്ധമുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള ആരുടെയും ഹെൽപ്പ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ല. എല്ലാം എൻ്റെ കയ്യിൽ കൂടെ തന്നെ പോകണം, ഞാൻ തന്നെ ഇത് കംപ്ലീറ്റ് ആക്കണം എന്നുള്ള ഒരു സബ് കോൺഷ്യസ് ചിന്ത നിങ്ങൾക്കുണ്ട്. അതാണ് കിങ് ഓഫ് വാൻഡ്സ് സൂചിപ്പിക്കുന്നത്. അത് നിങ്ങൾ വിട്ടുകളയണം. ഇറ്റ്സ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്സ് എന്നുള്ള സത്യമാണ് ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ടത്. തെറ്റുകൾ വന്നോട്ടെ, ഇറ്റ്സ് ഓക്കെ, ഫൈൻ. അത് നിങ്ങളുടെ വളർച്ചയുടെ ഒരു പാഠമാണ്. തെറ്റുവരുത്തി തന്നെയാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പെർഫെക്ഷനിസം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങളൊന്ന് മാറ്റിവെക്കുക. എന്നാൽ ഇത് പെർഫെക്റ്റായി ചെയ്യാനുള്ള കഴിവ് നിങ്ങളിലുണ്ട്.
അത് ഈ തെറ്റുകൾ വരുത്തി തന്നെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ അതിലേക്ക് നിങ്ങൾ എത്തുമെന്നുള്ളതാണ് കാണുന്നത്. ഇനി ഇതിൽ നിന്നുള്ള നിങ്ങളുടെ ലെസൺ എന്താണ്? ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്നും നിങ്ങളുടെ ലെസൺ എന്ന് പറയുന്നത് 6 ഓഫ് സ്വോർഡ്സ് ആണ്. അതായത് മൂവ് ഓൺ ആകാനായിട്ട് പഠിക്കുക. എവിടേക്കോ ചില കാര്യങ്ങൾ നിങ്ങൾ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ചെയ്ത ഒരു തെറ്റ് നിങ്ങൾ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അന്ന് അങ്ങനെ പറ്റിപ്പോയല്ലോ, അത് ചെയ്തു പോയല്ലോ, ശരിയായില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അതിൽ നിന്നൊക്കെ ഒന്ന് മൂവ് ഓൺ ആവുക. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെർഫെക്ഷനിസം കൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണത്. അത് വിട്ടിട്ട് നിങ്ങൾ സമാധാനത്തിലേക്ക് മുന്നോട്ട് നീങ്ങി പോവുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ള ലെസൺ എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ പൊട്ടൻഷ്യൽ, ഈ വേൾഡ് കാർഡുമായിട്ട് ഒരു അടുത്ത് നിൽക്കുന്ന ആ ഒരു എനർജി മാച്ച് വരുന്ന ഒരു കാർഡാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. 9 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഏത് പരിസ്ഥിതിയിലും എന്ത് സാഹചര്യത്തിലും അവനവനിൽ സന്തുഷ്ടരായിരിക്കാനുള്ള ഒരു കഴിവ്. നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിലേക്ക് തന്നെയാണ് നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സ്വന്തം ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും മാനസിക സന്തോഷമായിട്ട് ഇരിക്കാനും ഉള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള വ്യക്തിയാണ് നിങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്കത് പറ്റാത്തത് സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില റെസ്ട്രിക്ഷനുകൾ കൊണ്ടാണ്. ഞാൻ ഇന്നത് രീതിയിൽ പെരുമാറുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ലൈഫിലെ ഏത് ഏരിയയിൽ വേണമെങ്കിലും എടുത്ത് നോക്കിക്കോളൂ. ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരിടത്ത് റെസനേറ്റ് ആവും. ആ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ഈ റീഡിംഗ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോമൻസിൽ മെൻഷൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഹലോ, പൈൽ നമ്പർ 2ൻ്റെ റീഡിംഗ് ആണ്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ പ്രശ്നം, എന്താണ് നിങ്ങൾ ശരിക്കും ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. കോർ ഓഫ് യുവർ ഇഷ്യൂ, അതാണ് നമ്മളുടെ ഫസ്റ്റ് കാർഡ് വരുന്നത്. ഇതാണ് നിങ്ങളുടെ കോർ ഓഫ് യുവർ ഇഷ്യൂ. ഇനി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നോക്കാം. എന്ത് കാരണം കൊണ്ടാണ് ഇത് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് എനർജിയാണ് ഈ സമയത്ത് നിങ്ങൾ എംബ്രേസ് ചെയ്യേണ്ടത്? ഏത് എനർജിയിലേക്കാണ് നിങ്ങൾ ഈ സമയത്ത് വരേണ്ടത് എന്ന് നോക്കാം. ഏത് എനർജിയാണ് നിങ്ങൾ റിലീസ് ചെയ്യേണ്ടത്? ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ഒരു എനർജിയാണ് നിങ്ങൾ റിലീസ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും നിങ്ങളുടെ ലെസൺ എന്താണ്? എന്ത് ലെസനാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും പഠിക്കാനുള്ളതെന്ന് നോക്കാം. നിങ്ങളുടെ പൊട്ടൻഷ്യൽ, റിയൽ പൊട്ടൻഷ്യൽ, നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള കഴിവ്, നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത നിങ്ങളുടെ കഴിവ് എന്താണ് എന്നുള്ളതാണ് ഈ കാർഡിൽ വരുന്നത്. നമുക്ക് നോക്കാം. ടവർ കാർഡ്, ക്വീൻ ഓഫ് വാണ്ട്സ്, 2 ഓഫ് പെന്റക്കിൾസ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ കാർഡ്സ് വന്നിട്ടുള്ളത്. എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു സംഭവത്തിൽ നിന്നും മാനസികമായിട്ട് മൂവ് ഓൺ ആവാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ വികാരങ്ങൾ ആ ഒരു പ്രശ്നത്തിൽ കുടുങ്ങി ശരിക്കും പെട്ട് കിടക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് മൂവ് ഓൺ ആവണമെന്ന ആഗ്രഹമുണ്ട്. ആ സങ്കടം പുറകിൽ വിട്ട് കളഞ്ഞിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ട്. പക്ഷേ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിക്കുമ്പോൾ നമുക്ക് ടവർ കാർഡാണ് വന്നിട്ടുള്ളത്. അത് വളരെ വളരെ ക്ലിയർ ആണ്. എന്തോ വലിയൊരു ഷോക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. വലിയൊരു ചതിയോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതിരുന്ന എന്തോ ഒരു വളരെയധികം പിടിച്ച് ഒലയ്ക്കുന്ന ഒരു കാര്യം ലൈഫിൽ ഈ അടുത്ത് സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്നും മൂവ് ഓൺ ആവാനുള്ള ഒരു ശ്രമത്തിലാണ് നിങ്ങൾ. അതിൻ്റെ വേദനയാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. അത് നിങ്ങൾ ആ ഒരു വേദന നിങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിൽ നിന്നും കംപ്ലീറ്റ്ലി പുറത്തു വരാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത്. ഈ 2 കാർഡ്സിൽ നിന്ന് തന്നെ എത്ര ഡീപ്പായിട്ടുള്ള ഒരു വേദനയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളത് ക്ലിയറാണ്. ഇനി നമുക്ക് എന്താണ് ഇനി ചെയ്യാനുള്ളത്? ഏത് എനർജിയിലേക്കാണ് നിങ്ങൾ വരേണ്ടത്? നമുക്ക് ക്വീൻ ഓഫ് വാണ്ട്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ആ പഴയ പ്രതാപത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. ഏതൊരവസ്ഥയിൽ നിന്നാണോ നിങ്ങൾ ഈ ഒരു മൂവ് ഓൺ ആവാൻ പറ്റാത്ത ഒരവസ്ഥയിൽ വന്ന് നിന്നത്, അതിൻ്റെ തുടക്കത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോവുക. ക്വീൻ ഓഫ് വാണ്ട്സ്, നിങ്ങളുടെ പഴയ പാഷനിലേക്ക്, നിങ്ങളുടെ പഴയ ഇഷ്ടങ്ങളിലേക്ക്, പഴയ നിങ്ങളുടെ ഹോബികളിലേക്ക്, നിങ്ങൾ എന്താണോ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത്, നിങ്ങളുടെ ആ പഴയ പൊസിഷൻ എന്തായിരുന്നോ അതിലേക്ക് തിരിച്ചു പോകാനാണ് പറയുന്നത്. നിങ്ങൾ ഒരു ക്വീനിൻ്റെ എനർജിയിലാണ്. നിങ്ങളൊരു കാണുന്ന ആൾ പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, ക്വീൻ എന്ന് പറയുന്നത് ഒരു നല്ല പൊസിഷനാണ്, ഉയർന്ന ഉള്ള ഒരു പൊസിഷനാണ്. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാർഡാണ്. നിങ്ങൾ ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു പോവുക എന്നുള്ള ഗൈഡൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇനി എന്താണ് ഈ സമയത്ത് നിങ്ങൾ വിട്ടുകളയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ 2 ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങൾ 2 കാര്യങ്ങൾ വെച്ച് ഇങ്ങനെ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാനിപ്പിക്കുക. നിങ്ങളുടെ മനസ്സിൽ 2 ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം. 2 പേഴ്സൺസ് അല്ലെങ്കിൽ 2 ജോലി സാധ്യതകൾ, 2 സ്ഥലങ്ങൾ, 2 വസ്തുക്കൾ, അങ്ങനെ എന്തുമായിക്കോട്ടെ 2 എന്ന് പറയുന്ന ഒരു എനർജി നിങ്ങളിലുണ്ട് ഈ സമയത്ത്. അത് ഒന്നുകിൽ നിങ്ങൾ 2ഉം കൂടി വെച്ചുകൊണ്ട് ഒരേ സമയത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഏതൊരെണ്ണം ചൂസ് ചെയ്യണം എന്ന് അറിയാൻ വയ്യാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഉണ്ടായിരിക്കാം. ആ ഒരു എനർജി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു കൺഫ്യൂഷൻ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മൂവ് ഓൺ ആവാനായിട്ട് സാധിക്കാത്തത് എന്ന് നമുക്ക് നോക്കിയാലോ. എന്തുകൊണ്ടാണ് ഈ വ്യക്തിക്ക് മൂവ് ഓൺ ആവാനായിട്ട് സാധിക്കാത്തത്? മൂവ് ഓൺ ആവാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും?
ഈ 2 കാർഡ്സ് നോക്കാം. എന്തുകൊണ്ടാണ് മൂവ് ഓൺ ആവാൻ പറ്റാത്തത്? കിങ് ഓഫ് സ്വർഡ്സ്. നിങ്ങൾക്ക് കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. എന്തോ കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഹിഡൻ ആണ്. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല കാര്യങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊന്ന് ഒരെണ്ണം ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്തത്. മുന്നോട്ട് പോകാനായിട്ട് എന്താണ് നിങ്ങൾ ഈ സമയത്ത് ചെയ്യേണ്ടത്? മറ്റൊന്നും ചെയ്യാനില്ല. കുറച്ച് ഹോൾഡ് ഓൺ ചെയ്യുക. കുറച്ചുകൂടി നിങ്ങൾ പിടിച്ച് നിൽക്കുക. ഓക്കെ, മൂവ് ഓൺ ആവാൻ കഴിയുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യുക. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റിവീലായി വരാനുണ്ട്. അത് റിവീലായി വന്ന ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു മോചനം കിട്ടും എന്നുള്ളതാണ് കാണുന്നത്. കുറച്ചുകൂടി പിടിച്ച് നിൽക്കുക. ഓക്കെ, നമ്മൾ അടുത്ത കാർഡിലേക്ക് നമുക്ക് പോവാം. നിങ്ങളുടെ ലെസൺ ലൈഫ് ഹാസ് ടു മൂവ് ഓൺ എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഒരു ലെസൺ. എത്ര വലിയ ഷോക്കിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിലും ലൈഫ് ഹാസ് ടു മൂവ് ഓൺ. ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു പുതിയ പ്രഭാതം വരാനിരിക്കുന്നുണ്ട്. ഈ കാർഡിൽ കാണുന്നത് കണ്ടോ, മൊത്തം ഡാർക്ക്നെസ് ആണ് കാണുന്നത്. ഈ ഒരു കാർഡിലും ഒരു ഇരുട്ട്, സന്ധ്യാനേരം ഒക്കെയാണ് കാണുന്നത്. ഇത് ഗ്രഹണം കഴിഞ്ഞ ഒരവസ്ഥയാണ് ഈ കാർഡിൽ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ആ സഫറിങ്ങിൻ്റെ വലിയ ഒരു ഭാഗം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ ഉള്ളൂ. ആ ഒരു ഭാഗം നിങ്ങൾ നടന്ന് തീർക്കുക. ഹോൾഡ് ഓൺ ചെയ്യാനായിട്ട് നമുക്കിവിടെ ഗൈഡൻസ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ലൈഫ് ഹാസ് ടു മൂവ് ഓൺ. ഇതൊരു മൂവിങ് ഓണിൻ്റെ കാർഡാണ്. കാര്യങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഈ 8 ഓഫ് വാൻഡ്സിൽ കാണുന്നത്. എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും അതിൽ നിന്നും നമ്മൾ നടന്ന് നീങ്ങി തന്നെ തീരണം. നിങ്ങൾക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് വിശ്വസിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അതുതന്നെയാണ്. നിങ്ങളെക്കൊണ്ട് അത് സാധിക്കും എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങളുടെ പൊട്ടൻഷ്യൽ 10 ഓഫ് സ്വർഡ്സ് ആണ്. എത്ര ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരു പുതിയ തുടക്കത്തിലേക്ക് എണീറ്റ് വന്ന് കയറാനുള്ള പവർ നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് ഈ 10 ഓഫ് സ്വർഡ്സ് സൂചിപ്പിക്കുന്നത്. എല്ലാ രീതിയിലും പല രീതിയിലുള്ള 10 വാളുകളാണ് ഈ വ്യക്തിയുടെ ശരീരത്തിൽ കുത്തിയിറങ്ങിയിരിക്കുന്നത്. എന്നാൽ തന്നെയും അയാളുടെ പ്രതീക്ഷകൾ അവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു മഞ്ഞ നിറം എപ്പോഴും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടിൻ്റെ ഒരു സൂചനയാണ്. ഈ ഇത്രയും വേദനകൾക്കിടയിലും ഈ മനുഷ്യൻ ഒരു പുതിയ പ്രഭാതം സ്വപ്നം കാണുന്നുണ്ട്. ഈ ഒരു വേദന നിങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട് എന്നുള്ളതാണ് ഈ സ്പ്രെഡ് നമ്മളോട് പറയുന്നത്. ഹോൾഡ് ഓൺ ചെയ്യുക. നിങ്ങളുടെ സഫറിങ്ങിൻ്റെ വലിയ ഭാഗം കഴിഞ്ഞു. കുറച്ചുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുണ്ട്. ചില കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് വെളിപ്പെട്ട് വരാനുണ്ട്. അതിനുശേഷം ഈ സഫറിങ്ങിനെല്ലാം ഒരു അവസാനമുണ്ടാകും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങൾ ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ മെൻഷൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്